കഴിഞ്ഞ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ് ഈ വീഡിയോ പറയുന്നത്. അതായത് നവ്യേനെ ഒരു അവിഹിതമുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് അബി അവളുടെ ഫോണിൽ ഓർമ്മൊക്കെ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ എപ്പോഴും അപ്കമിങ് ആയിട്ടുള്ള റിവ്യൂസും ഡെയിലി റിവ്യൂസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മിസ് ആവാതിരിക്കാനായിട്ട് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ബട്ടണും കൂടി എപ്പോഴും ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കതിൻ്റെ ബാക്കിയായിട്ട് പറയാം. അങ്ങനെ ആദർശ് പിണങ്ങി പോകുന്നുണ്ട്. നയനെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴേക്കും നവ്യ വന്നവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. അവൾ അങ്ങനെ അടുക്കളയിൽ വീണ്ടും ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഓഫീസിൽ പോയിരുന്നിട്ട് ആദർശിനൊരു സമാധാനം ഇല്ല. എങ്കിലും അയാൾ ആരായിരിക്കും, ആ നമ്പർ ഒന്ന് നോട്ട് ചെയ്തിട്ട് വരേണ്ടതായിരുന്നു, അവൻ ആരാണെന്ന് കണ്ടുപിടിക്കായിരുന്നു എന്നൊക്കെ മനസ്സിലോർക്കാണ്. എങ്കിലും നയനയുടെ ഭാഗത്തുനിന്നും എങ്ങനെ ഞാൻ കരുതിയില്ല, ഞാൻ അവളെ ഒരുപാട് സ്നേഹിച്ചു തരുമായിരുന്നു. ഈ സമയത്താണ് ഇങ്ങനെയൊക്കെ സ്നേഹിച്ച് തുടങ്ങിയതേ ഉള്ള എൻ്റെ മനസ്സിൽ അവളെക്കുറിച്ച് എനിക്ക് വലിയൊരു മതിപ്പുണ്ടായിരുന്നു. അതെല്ലാം തകർത്തുടച്ചു. ഒരുപക്ഷെ കല്യാണത്തിന് മുമ്പേ ഉണ്ടായിരുന്ന ഒരു ലവ് എല്ലാം ആയിരിക്കുമോ, അതുകൊണ്ടായിരിക്കുമോ ഇപ്പോഴും അവരിങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ 9 മാസമായില്ലേ. അങ്ങനെയാണെങ്കിൽ ഈ 9 മാസവും ഞങ്ങളെ എല്ലാവരെയും അവൾ ചതിക്കുകയായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ആദർശ് മനസ്സിൽ കരുതുന്നുണ്ട്. മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ അവളെ വാനോളം പുകഴ്ത്തി അവൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഈ രംഗാണ് അറിഞ്ഞാൽ അവർ അവസ്ഥ എന്തായിരിക്കും, അവരാകെപ്പാട് തകർന്നു പോകുമല്ലോ, എൻ്റെ മുത്തശ്ശൻ ആകെപ്പാട് തകർന്നു പോകുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ് ഇങ്ങനെ ഓഫീസിൽ നിന്ന് ടെൻഷൻ അടിക്കുകയാണ്. അപ്പോഴേക്കും ജയമന്തിന് ചോദിക്കുന്നുണ്ട്, എന്താ മോനെ, എന്താ പ്രശ്നം, നീ എന്താ വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല അച്ഛാന്നും പറഞ്ഞിട്ട് അവൻ അവിടുന്ന് സങ്കടപ്പെട്ടിരിക്കുകയാണ്. അതിനുശേഷം അബി വന്നിട്ട് ഇങ്ങനെ ആദർശോട് പറയാണ്, എന്താ ആദർശേട്ടാ ഒരു വിഷമം പോലെ എന്ന് ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ലടാന്ന് പറയുന്നുണ്ട്. ആദർശേട്ടൻ അറിഞ്ഞോ നമ്മുടെ ഓഫീസിലുള്ള ഒരു കാര്യമാണ്, എന്താണെന്ന് ചോദിക്കുമ്പോഴേക്കും അവിടെ ഉള്ള ഓഫീസിലുള്ള 2 പേരുടെ പേര് പറഞ്ഞിട്ട് പറയാണ്, അവളുണ്ടല്ലോ അവൾക്ക് നേരത്തെ ഒരു കാമുകൻ ഉണ്ടായിരുന്നു പോലും, എന്നിട്ട് ഈ ഭർത്താവ് അറിയാതെ അവനെ സ്നേഹിക്കായിരുന്നു. ഫോണിലൂടെ ചാറ്റിങ്ങും ഭർത്താവിന് മയക്കുമരുന്നൊക്കെ കൊടുത്ത് ഉറക്കി കിടത്തിയതിന് ശേഷം അവൾ എന്നും രാത്രി കാമുകനെ വിളിച്ചു വരുത്തും. ഇങ്ങനെ തന്നെ കുറേ നാൾ തുടർന്നു പോയി. എന്നിട്ട് ലാസ്റ്റ് ഉണ്ടല്ലോ ആ വീട്ടിനകത്തുള്ള സ്വർണവും പണവും എല്ലാം അടിച്ചു മാറ്റിക്കൊണ്ട് അവൾ ആ കാമുകൻ്റെ കൂടെ നാട് വിട്ടുപോയി. ഇതറിഞ്ഞ് നാണം കേട്ടിട്ട് ആ പയ്യനുണ്ടല്ലോ അവൻ ഡിപ്രഷനിലായി സൂയിസൈഡൊക്കെ ചെയ്യാൻ തുടങ്ങി എന്നൊക്കെ പറയാണ്. ഇവിടെയുള്ള ഒരാളും ചോദിക്കുമ്പോൾ, അല്ല നമ്മുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന രമേശില്ലേ, അവൻ്റെ ചേട്ടൻ്റെ കാര്യം ഞാൻ പറഞ്ഞെന്ന് പറയുന്നുണ്ട്. പാവം അവൻ വന്നിരുന്ന് കരഞ്ഞ് പറന്ന് കയറിയിട്ട് എനിക്കെന്നെ ചങ്ക് പൊട്ടിപ്പോയി, ഭാര്യമാരെ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒന്നുകൂടി ആദർശിനെ പിരിയേറ്റി വിടുന്നുണ്ട്. അയാൾ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചിട്ട് ഇപ്പോൾ ഹോസ്പിറ്റലാണ്, അവയ്ക്ക് എന്ത് വേണം, അവൾ സുഖമായിട്ട് കാമുകനോട് പോയി ജീവിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അബി പറഞ്ഞിട്ട് അത് കേട്ടപ്പം ഒരു സമാധാനമില്ലാണ്ട് ഇങ്ങോട്ടേക്ക് കയറി വന്ന ആദർശോട് പറഞ്ഞപ്പോൾ ഇച്ചിരി ഒന്ന് റിലീഫായെന്നും പറഞ്ഞിട്ട് അവൻ എഴുന്നേറ്റ് പോകുന്നുണ്ട്. അപ്പോൾ ഇതുകൂടെ കേട്ടപ്പോഴേക്കും ആദർശിന് വല്ലാണ്ട് അങ്ങ് സങ്കടമാകുന്നുണ്ട്. ആദർശ് ഓർക്കാണ്, ഈശ്വര ഇനി നയനയും ഇങ്ങനെയെങ്ങാണ് ഇറങ്ങിപ്പോകുന്ന സമയത്ത് മുത്തശ്ശന് അറ്റാക്ക് എങ്ങാനും ഉണ്ടാവുമോ, മുത്തശ്ശന് അസുഖങ്ങളും കൂടുമോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ, ഈശ്വര എൻ്റെ കുടുംബത്തിന് താളം തെറ്റുമോ, അവളും അവളുടെ ചേച്ചിയും വന്ന് കയറി നാളെ തൊട്ടേ ആ വീട്ടിൽ ഓരോ പ്രശ്നങ്ങളാണ്, ഇനി ഇതും കൂടെ ആയാൽ തീർന്നു എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട്. അങ്ങനെ ഉച്ചയായപ്പോഴേക്കും ആദർശ് ജയനോട് പറയുന്നുണ്ട്, അച്ഛൻ ഞാൻ ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് പോയിട്ട് വരാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അബി ഓർക്കാണ്, ചെയ്വിനോടെ ചെല്ലുന്ന സമയത്ത് ഉച്ചയ്ക്ക് അവളും ചാറ്റിംഗ് ഉണ്ടെന്ന് അറിയണമായിരുന്നല്ലോ, അതിന് ആ ഹൈഡ് ഓപ്ഷനൊക്കെ മാറ്റിയിട്ടുണ്ടേ, അവളങ്ങനോടെ ഉണ്ടെങ്കിലോ ഞാൻ എന്താ ഇപ്പോൾ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട് അബി പെട്ടെന്ന് ജലജയെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് ജലജയോട് പറയാണ്, അമ്മ അവളുടെ ഫോണൊന്ന് എങ്ങനെയും ന്യൂട്രൽ എടുത്തുകൊണ്ട് വരാവോ, അവളിപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുമ്പം അവളെ താഴെ അടുക്കളയിലാടാ, ഓരോ ജോലിയിലാണ്, ഉച്ചയ്ക്കത്തെ ലോണിൻ്റെ പരിപാടിയിലാന്ന് പറയുന്നുണ്ട്. ആണോ, എങ്കിലും നന്നായി, അമ്മ ആ ഫോണ് അമ്മയുടെ കയ്യിൽ തന്നെ വെക്കണം കുറച്ച് നേരത്തിനെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അബി ആദർശ് പോകുന്നത് കണ്ടിട്ട് അവിടെ നിന്ന് കുറേ മെസ്സേജ് അയക്കുന്നുണ്ട്. ഭർത്താവ് പോയോ, ആ മണ്ടൻ പോയോ, അവൻ ശരിക്കും മണ്ടനാണെന്നല്ലൊക്കെ പറയുമ്പോഴേക്കും നയന പറയുന്നുണ്ട്, അതെ അയാൾ തീർത്തൊരു മണ്ടനാ, അതുകൊണ്ട് പറ്റിക്കാൻ എളുപ്പമാണ്, നമുക്ക് അന്ന് കണ്ടതുപോലെ രാത്രിയിൽ ഇവിടെ വെച്ച് തന്നെ കാണാമെന്നൊക്കെ പറയുന്നുണ്ട്. അതങ്ങനെ അവിടെ CCTV ഉണ്ടല്ലോ എന്ന് പറയുമ്പം ഞാൻ ആരും കാണാതെ രാത്രി അങ്ങോട്ടേക്ക് ഇറങ്ങി വരാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ രണ്ടുപേരും തമ്മിൽ ചാറ്റ് ചെയ്യുന്നതൊക്കെ തന്നെയും ഇങ്ങനെ പരസ്പരം ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് ചാറ്റ് ചെയ്യുന്നുണ്ട്. അതിങ്ങനെ ജലജയും അബിയും പരസ്പരം ഫോണും കൊണ്ട് ചാറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പം അബി ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുന്നൊക്കെ. അപ്പോൾ അതനുസരിച്ചാണ് ജലജ ഓരോ ടൈപ്പിങ്ങും ചെയ്യുന്നത്. അങ്ങനെ ഇതെല്ലാം ചെയ്തതിന് ശേഷം ആദർശ് ഇപ്പോൾ എത്തിക്കാണും. ആദർശിൻ്റെ വണ്ടിയുടെ സൗണ്ട് കേൾക്കുമ്പോഴേക്കും അമ്മ ഫോൺ കൊണ്ട് മുറി വെക്കണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഇത് ഹൈഡ് ചെയ്തിരുന്നുണ്ട് ആ ഒരു കോണ്ടാക്റ്റ്. അപ്പോഴേക്കും ആദർശിൻ്റെ വണ്ടിയുടെ സൗണ്ട് കേൾക്കുമ്പം ആദർശ് വന്നു മോനെന്ന് പറയുമ്പം എങ്കിൽ അമ്മ കൊണ്ട് ഓടിക്കൊണ്ട് ഫോൺ വെച്ചോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ജലജ ഓടിക്കൊണ്ട് ആരും കാണാതെ ആ ഫോണും കൊണ്ടായി അവളുടെ മുറിയിൽ വെച്ചിട്ട് അനങ്ങാതെ ഒന്നും അറിയാത്ത പോലെ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്.
അങ്ങനെ ആദർശ് നേരെ വന്ന് നോക്കുമ്പോഴേക്കും നയൻ അടുക്കളയിൽ നിൽക്കാതിരിക്കും. ആഹാ എന്താ മോനെ നീ നേരത്തെ ഇങ്ങ് വന്നേ, സാധാരണ ഉച്ചയ്ക്ക് വരാറില്ലല്ലോ എന്ന് ചോദിക്കുമ്പോഴേക്കും ഒന്നുമില്ലമ്മേ, എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് പോലെ ചിന്തനെ കിടക്കാന്ന് ഓർത്ത് വന്നതാന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും വന്നിട്ട് ആദർശേട്ടാ ഊണെടുക്കട്ടെ, ഊണ് കാലമായി, അല്ലെ കോഫി വേണമെന്ന് ചോദിക്കുമ്പം എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ആദർശ് മുകളിലത്തെ മുറിയിലേക്ക് കയറി പോവാണ്. അപ്പോഴേക്കും മുത്തശ്ശൻ ചോദിക്കുകയാണ് എന്താ പറ്റിയ മോളെ, നിങ്ങൾ തമ്മിൽ വല്ല വഴക്കമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല മുത്തശ്ശ, ഞങ്ങൾ തമ്മിൽ ഒരു കുഴപ്പമില്ലാതെ പോന്നേ, എന്താ സംഭവിച്ചെന്ന് മനസ്സിലാവുന്നില്ല, ഓഫീസിൽ ടെൻഷനും ആയിരിക്കും എന്ന് നയന പറയാണ്. അത് തന്നെ ആയിരിക്കുമെന്ന് മുത്തശ്ശനും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ജലജ ഉറക്കാണ്, ചെല്ല് ഇപ്പം തന്നെ ചെന്ന് നോക്ക്, എന്നിട്ട് സമാധാനാവ്, നിനക്കുള്ള വലിയൊരു ബോംബ് അവിടെ ഞാൻ വെച്ചിട്ടുണ്ട് എന്നൊക്കെ ജലജ മനസ്സിൽ പറയുന്നുണ്ട്. അങ്ങനെ ആദർശ് നേരെ മുറിയിലേക്ക് പോവാണ്. പോയതിനു ശേഷം അവൻ ഡോർ ലോക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഓടി ചെന്നിട്ട് നയനയുടെ ഫോൺ എടുത്ത് നോക്കുകയാണ്. അപ്പോൾ ആ ഹൈഡ് ചെയ്തിരിക്കുന്നത് അവൻ റിലീസ് ചെയ്ത് നോക്കുമ്പോഴേക്കും കുറേ മെസ്സേജുകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. ആ മണ്ടം പോയോ, എപ്പോഴാണ് ഇനി വരുന്നേ, നമുക്കൊന്ന് കാണണ്ടേ, അവരെന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും പരസ്പരം ഇങ്ങനെ ഭയങ്കരമായിട്ട് ചാറ്റ് ചെയ്യുന്നത് കാണുകയാണ്. അത് കണ്ടപ്പോഴേക്കും ആദർശിൻ്റെ കണ്ണ് നിറഞ്ഞിട്ട് ചങ്ക് പൊട്ടി ആദർശ കട്ടിലിരിക്കുകയാണ്. ഇത്രയും കാലം ഞാൻ ഓർത്തിട്ടുണ്ട് ഈ ഭാര്യമാരൊക്കെ ചതിച്ചിട്ട് പോകുമ്പം ഈ ഭർത്താക്കന്മാരെ പൊട്ടന്മാരെന്തിനാ സൂയിസൈഡ് ചെയ്യുന്നത്, എന്തിനാ അവർ വിഷമിക്കുന്നൊക്കെ ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ കാരണം എനിക്ക് മനസ്സിലായത്, ചങ്ക് പൊട്ടുന്ന വേദനയല്ലേ, പിന്നെ എങ്ങനെ അവർ സഹിക്കാൻ പറ്റും എന്നൊക്കെ ഞാൻ ആലോചിച്ച് മനസ്സിൽ കരുതുന്നുണ്ട്. എന്നിട്ട് ഓർക്കാണ്, ഞാൻ ഇങ്ങനെയെല്ലാം ഉണ്ടെങ്കിൽ ഞാൻ അവളെ വെറുതെ വിടില്ല, അവളുടെ അവിഹിതം ഞാനത് ഉടനെ തന്നെ പൊക്കിയിരിക്കും എന്ന് മനസ്സിൽ പറയാണ്. എന്നിട്ട് ആ കോണ്ടാക്റ്റിൻ്റെ നമ്പർ അവൻ എഴുതിയെടുക്കുന്നുണ്ട്. അതിനുശേഷം അവൻ ആ ഫോൺ അനങ്ങാതെ അവിടെ തന്നെ വെച്ചിട്ട് ആ ഡോറ് തുറക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ജലജ കാണുന്നുണ്ട്. അപ്പോൾ ജലജ അപ്പിയെ വിളിച്ചിട്ട് പറയാണ്, എടാ നിൻ്റെ പ്ലാനിങ് എന്തായാലും ഏറ്റു. ആദർശ് വന്ന പാടെ ഓടി വന്ന് മുറിയിലേക്ക് കയറി ഡോർ ലോക്ക് ചെയ്തു. മിക്കവാറും ഫോൺ ചെക്ക് ചെയ്യാനായിരിക്കും. അതിനുശേഷം അവന് ഫോൺ വെച്ചിട്ട് ഡോർ ലോക്ക് അടിച്ചിട്ടുണ്ടെന്ന് പറയാണ്. അപ്പം അബി പറയുന്നുണ്ട്, ഇനി കണ്ടോണം അമ്മേ, കുറച്ച് ദിവസത്തിന് ആദർശം നടക്കാൻ പോകുന്നത് തീയുടെ മുകളിൽ കൂടെ ആയിരിക്കും. അതിനുശേഷം അവനെല്ലാം പൊട്ടി പാളീസായി, അവൻ ഈ കമ്പനി തന്നെ ഉപേക്ഷിച്ച് പോകേണ്ടി വരും. പിന്നെ അടുത്ത MD സ്ഥാനം എനിക്ക് കിട്ടും, നയനയും അവനോട്ട് അടിച്ച് പിരിയുകയും ചെയ്യും. ഇതെല്ലാം ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന് അബി പറയുന്നുണ്ട്. അപ്പോഴേക്കും ജലജ പറയുന്നുണ്ട്, അവനെ നമ്പർ നോട്ട് ചെയ്ത് അത് സെർച്ച് ചെയ്യാൻ ഒരു സാഹചര്യമുണ്ട്, അതുകൊണ്ട് നീ കെയർഫുൾ ആയിരിക്കണം എന്ന് പറയുമ്പോൾ അമ്മ ഒന്നും അത് വിഷമിക്കേണ്ട, ഈ ഫോൺ ഇപ്പം തന്നെ സ്വിച്ച് ഓഫ് ആക്കും, അതിൽ പിന്നെ എന്നെ ടവർ ലൊക്കേറ്റ് ചെയ്താലും കിട്ടത്തില്ല. അതുപോലെ തന്നെ ആ ഫോണിനകത്തൊന്നും എൻ്റെ നമ്പർ സെർച്ച് ചെയ്താൽ പോലും ഫേക്ക് ഐ ഡി നിന്ന് എടുത്തിരിക്കുന്നത് ഒരു അസാമിക്കാരൻ്റെ, അതുകൊണ്ട് അതും കിട്ടാൻ പോകുന്നില്ല. അമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, ഇനി നടക്കാൻ പോകുന്ന സംഭവം എന്താണെന്നുള്ളത് കണ്ട് ആസ്വദിക്കുക എന്ന് പറഞ്ഞ് അബി ഫോൺ കട്ടാക്കുന്നുണ്ട്. അങ്ങനെ ആദർശ് മുറിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. എന്നിട്ട് നയനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്കും അവളെ മുത്തശ്ശനിരിക്കുന്ന കണ്ടിട്ട് ആദർശ് ഒന്നും മിണ്ടാതെ ഹാളിലേക്ക് നിന്നിരിക്കുകയാണ്. അപ്പോഴേക്കും ജലജ ചോദിക്കുകയാണ്, മോണ് ചോറെടുക്കട്ടെ എന്ന് ചോദിക്കുമ്പം എനിക്കൊന്നും വേണ്ടമ്മേ, എനിക്ക് വിശക്കുന്നില്ല എന്ന് പറയാണ്. മുത്തശ്ശൻ ചോദിക്കുന്നത്, എന്താണ് നിനക്ക് വിശപ്പില്ലാത്തത്, അല്ലെങ്കിൽ എപ്പോഴും കൃത്യസമയത്ത് ഒന്ന് കഴിക്കുന്നതാണല്ലോ, സമയം 2 മണിയായി, ആഹാരം കഴിക്കുക എന്ന് പറയാണ്. വേണ്ട മുത്തശ്ശ എന്ന് പറഞ്ഞിട്ട് വീണ്ടും അവൻ റൂമിലേക്ക് എഴുന്നേറ്റ് പോവാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി സ്റ്റോറി എന്താണെന്നുള്ളത് നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മിസ്സായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.